കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചായ കുടിക്കൂലേ? വേണ്ട, ഇപ്പൊ പെട്ടെന്നൊന്നും കുടിക്കണ്ട. കൊറേ നേരം വർത്താനം പറഞ്ഞിട്ടേ ദാഹിക്കുമ്പോ കുടിച്ചാ മതി, കുഴപ്പമൊന്നുമില്ല. കേറോ കണ്ണടയുടെ കളറ് എന്തായിരുന്നു? ഫ്രെയിം അത് കുഴപ്പമില്ല കുഴപ്പമില്ല, ഓർമ്മ വരുമ്പോ പറഞ്ഞാൽ മതി. ചോദിച്ചേ ഉള്ളൂ. പഞ്ചാരാധികണ്ടോ മജീദ്ക്ക? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പഞ്ചാരയുടെ കുഴപ്പമുള്ള ആരുമില്ല. പിന്നെ മോക്കിച്ചിരി കൂടിപ്പോയി. അവര് വന്നൊന്നും കേട്ടോ. ആണോ? എനിക്ക് ആദ്യം കണ്ട പച്ച ഷർട്ടായിരുന്നു ഇഷ്ടമായിരുന്നു. കുറച്ചു നേരമായുള്ളൂ. ആരുടെ വാപ്പ? ഞാൻ ആരുടെ വാപ്പയോ ഉമ്മയൊന്നും അല്ല. അല്ല, ഉമ്മല്ലേ വാപ്പയല്ലേ? പുണ്യേ മോളെ, വാപ്പ നിന്നെ കാണാനായിട്ട് വന്നതല്ല. വാപ്പാടെ ഒരു കണ്ണട ഇവിടെ മറന്നു വെച്ച്. അതിന് വാപ്പ കണ്ണട ഉപയോഗിക്കാറില്ലല്ലോ. അത് നിനക്കെങ്ങനെ അറിയാം? എല്ലാം ഞാൻ നിന്നെ കാണിച്ചോണ്ടാണോ ഉപയോഗിക്കണത്? വാപ്പ കണ്ണട ഉപയോഗിക്കാറില്ല പോലും. ആ കണ്ണട ചിലപ്പോ നീ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ബാപ്പയുടെ മനസ്സ് കാണാൻ പറ്റിയില്ല, പിന്നെയാണ് അവള് കണ്ണട കാണാൻ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം, മാസാമാസമുള്ള കേബിളിന്റെ വരിസംഖ്യ ഒന്ന് കൃത്യമായിട്ട് വാങ്ങിച്ചോണ്ട് പോക്കണം. എനിക്കാരുടെയും ഫ്രീ ഒന്നും വേണ്ട. അത് മനോഹരൻ്റെ കൊടുത്താൽ പോരെ? ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഓഫീസിൽ എത്തിച്ചു തന്നേര്. നമ്മൾ ഫ്രീ കൊടുക്കണില്ല ആർക്കും. അങ്ങനെ അമ്പിളിക്ക, വാപ്പ കേബിളിന്റെ പൈസ ഒന്നും കൊടുക്കണ്ട. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മജീദ്ക്ക? നിങ്ങളോടല്ലേ? അതെ അനന്ത സാറേ, എൻ്റെ വീട്ടിൽ കഥകിൻ്റെ കുറ്റികളായി കിടക്കുകയാണ്. അതൊന്ന് ശരിയാക്കണമെന്ന് വിചാരിച്ചപ്പോൾ. അല്ല, എനിക്കതറിയില്ലല്ലോ. അനന്തേട്ടന് മരപ്പണിയല്ല, അനന്തേട്ടൻ സർവേറാ അല്ലേ? പുണ്യേ, അയ്യോ അതല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാലേ, ഈ കുറ്റി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സുമാരമേശ്വരിയെ വിളിച്ചിട്ടുണ്ട്. അയാളപ്പം ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കേ. അപ്പോഴേ അത് ഞാൻ ശരിയാക്കിച്ചോളാം. അല്ല, എന്നാ പിന്നെ അമ്പിളി ഒന്ന് ചെന്ന് സഹായിക്കേ. വേണ്ട, ഉണ്ടായിരുന്ന കുറ്റികളൊക്കെ കൊണ്ടുപോയാനാ, ഇനി രണ്ടാം സഹായത്തിന് വരണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, അതുവരെ ഇതിവിടെ ഒന്ന് വെച്ചേക്കണം. എന്താ ഇത്? ഇത് കുറച്ച് സ്വർണ്ണമാ. സ്വർണ്ണം? ആ, ഈ മോളുടെ നിക്കാഹിന് വേണ്ടി കരുതി വെച്ചതാ. ഇപ്പം ഈ കുറ്റിയും കൊളുത്തുമില്ലാത്ത വീട്ടിൽ ഞാനിത് വയ്ക്കുന്നത് റിസ്ക്കാ. ഒന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. ആരെങ്കിലും രാത്രി വന്ന് എൻ്റെ കഴുത്ത് ഞെക്കിയിട്ട് ഇത് എടുത്തുകൊണ്ട് പോയാൽ പണിയാവും. അതുകൊണ്ട് ഒരു 2 ദിവസം ഇവിടെ നിന്ന് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കൊളുത്ത് ശരിയാക്കുമ്പോൾ ഞാൻ വന്ന് എടുത്തോണ്ട് പോയിക്കോളാം. അല്ല, അതിപ്പോ അത് വേണോ മജീദേ? ആലോചിക്കാനൊന്നുമില്ല. പെങ്ങളിത് അങ്ങോട്ട് പിടിക്ക. മോക്ക് വേണ്ടി വെച്ച സ്വർണ്ണമാണ്, ഇവിടെ ഇരിക്കട്ടെ. ഒന്നും പറയണ്ട, ഇവിടെ ഇരിക്കും. വെച്ചോ. എന്നാ പിന്നെ ഞാൻ പോയിട്ടാ. ശരി. ഞാന സീത അമ്പിളി അനന്തൻ അപ്പുണ്ണി പങ്കി. ആടാ, എല്ലാവരും കൂടെ 7 പേര് കാണും. എല്ലാവരും കൂടെ പോകത്തക്കൊണ്ട് ഒരു വണ്ടി വിളിച്ചാൽ മതി. എൻ്റെ അച്ഛ, എന്തിനാണ് വെറുതെ കയ്യിലിരിക്കണ പൈസ കളയാൻ നിൽക്കുന്നത്? നമ്മൾ മൊത്തം 7 പേര്. അതിൽ അമ്പിളി ഷാഹിനിയും കൂടെ സ്കൂട്ടറിൽ പോട്ടെ. നമുക്ക് സ്കൂട്ടറുണ്ട്. പിന്നുള്ളത് 5 പേര്. 5 പേരും കൂടെ കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി അതിൽ കയറി ഒറ്റ പോക്കണ് പോയാൽ മതി. എടാ, കല്യാണാലോചന എനിക്ക് ആരെങ്കിലും ഓട്ടോറിക്ഷയിൽ പോവോ? എന്താ ഓട്ടോറിക്ഷ പോയ കുഴപ്പം? ഇവരെന്ത് വർത്താനാ ബലരാമേട്ടെ പറഞ്ഞേ? ഓട്ടോറിക്ഷയിലൊന്നും ഞാൻ വരില്ലേട്ടാ. എൻ്റെ അമ്മ, എന്താണ് അതിന് പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോറിക്ഷക്കാരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യണവരാരും പെണ്ണിട്ടില്ലല്ലോ. ബലരാമേട്ടാ പറഞ്ഞു കൊടുക്ക്. എടാ, ഓട്ടോയിലൊന്നും പോകണ്ട. ആ പ്രദേശത്ത് ഞാൻ ഒരുപാട് നാണം കളിച്ചിട്ടുള്ളതാന്ന്. അതിന് ഇവിടെ ഈ ഓട്ടോ ചെന്നിറങ്ങിയാലേ അവിടെ ഉള്ള ആളുകളെല്ലാം എന്നെ തിരിച്ചറിയുമെന്ന്. ആര് തിരിച്ചറിയണം അച്ഛാ? അച്ഛൻ എന്തിൻ്റെ കേടാണ്? ഏതോ കാലത്ത് നാടകം കളിച്ചെന്ന് വിചാരിച്ചിട്ട് ആളുകൾ പച്ചനെ ഓർത്തിരിക്കുകയാണ്. ആളുകൾ എന്താ വേറെ പണിയില്ല?
അങ്ങനെയൊന്നും പറയണ്ട കേട്ടാ. അങ്ങനെ അച്ഛനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്താ വിചാരിച്ചത്? അന്നത്തെ കാലത്തെ അച്ഛൻ നാടകത്തിലെ മമ്മൂട്ടിയാ. എടാ, അന്ന് ഞാൻ കളിച്ച നാടകത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഇന്നും ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അനന്ത, നീ എന്തായി കാണിക്കണേ? എന്താണ്? ഓ, ഈ ഉമ്മർത്തിരുന്നിങ്ങനെ നഖം വെട്ടുന്നത് ഐശ്വര്യക്കേടാണ്. കഷ്ടകാലം വരുന്നാണ് പഴമക്കാര് പറയാ. എന്റെ അമ്മേ, ഞാൻ ഈ നഖം വെട്ടിട്ട് ഇവിടെ വെതറി ഇടാൻ പോവല്ല. ഇതൊക്കെ പാടെ വാരിട്ട തുടി കൊണ്ടുപോയിടും. അല്ലെ ഈ നഖം വെട്ടാൻ വേണ്ടിട്ട് തുടിക്ക് പോകാൻ പറ്റുമോ? എന്തെങ്കിലും കാണിക്കുക. എന്ത് പറഞ്ഞാലും തർക്കുത്തരം ഉണ്ടാവുമല്ലോ. കയ്യ കാല എന്താന്ന് വെച്ചാ വെട്ടിമുറുക്കി. എന്താണ് ഈ അമ്മയ്ക്ക്? ഇത് വേറെന്തൊക്കെയാണ് പ്രശ്നം? നീ വാടുന്നു. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടല്ലോ. എന്താ ഞാൻ പറഞ്ഞില്ലേ നഖം വെട്ടരുത് എന്ന്. ഇപ്പൊ കണ്ടോ എന്താ അമ്മ പറഞ്ഞ കേട്ടകാലം? പിന്നെ അല്ലാണ്ട് ഒന്ന് പോകാൻ 150. അതെ അതെ, കാശ് തന്നില്ല. കാശ് തരും. ഒരമണിക്കൂർ താമസമുണ്ട്. നീ വണ്ടിക്കകത്ത് കയറി. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞത്. എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. അയ്യോ, സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞാൽ നീ ഓട്ടം വരും എൻ്റെ കൂടെ. ഇങ്ങോട്ടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് വണ്ടിക്കകത്ത് കയറിയിരിക്കും. ഞാൻ ഇറങ്ങി വരുമ്പോൾ കാശ് തരും. അത്ര തന്നെ. ഒരു കാര്യം. അപ്പച്ചി വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ മുന്നറിയിപ്പില്ലാതെ എനിക്ക് വരാൻ പാടില്ലേ? വരാം. എന്താ നീ എന്താ പതിവില്ലാതെ? അയ്യോ, പതിവായിട്ട് ഇവിടെ വന്ന നിങ്ങളുടെ ഭാര്യ എന്റെ തല തല്ലി പൊട്ടിക്കും. ഇല്ലെങ്കിൽ അവളുടെ തല ഞാൻ തല്ലി പൊട്ടിക്കും. തലയൊക്കെ നമുക്ക് പിന്നെ തല്ലി പൊട്ടിക്കാം. നിക്കേ ഞാനൊരു സന്തോഷ വാർത്ത അറിഞ്ഞല്ലോ. എന്തോന്നു? നിന്റെ പുന്നാരെ അനിയൻ ഏതോ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്നോ കെട്ടിക്കൊണ്ടുവന്നോ കൂടെ താമസിപ്പിച്ചിരിക്കുന്നോ നിന്റെ അച്ഛൻ്റെ അതേ സ്വഭാവം. ഒരുതരം വൃത്തിയുടെ വർത്താനം പറയരുത് കേട്ടോ വീട്ടിൽ കയറി വന്നിട്ട്. അത് നിങ്ങളെന്തിനാ വിറയുന്നത്? അപ്പൊ കാണിക്കാം. പറയാൻ പാടില്ല, അത് കുറ്റം. നീ കയറി വാ, വെള്ളമൊക്കെ കുടിച്ച ചകത്തിരുന്ന് സംസാരിക്കാം. വെള്ളമൊക്കെ പിന്നെ കുടിക്കാം. അപ്പോഴേ നിങ്ങളുടെ മോന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞാണോ ഞാൻ അറിയേണ്ടത്? അതിന് കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. എന്നാലും എന്നോട് ഒന്ന് പറയാമായിരുന്നു. നിന്നോട് ഞാൻ അവിടെ ഒന്ന് പറയാനിരിക്കായിരുന്നു. പിന്നെ പെണ്ണുമ്പിള്ളയെ പേടിച്ചായിരിക്കും പറയായിരുന്നത്. ഇത് നാത്തൂനെ, ഞാൻ പറഞ്ഞു കേട്ടോ തോന്നിയ ദിവസം പറയരുതെന്ന്. കൈ ചൂണ്ടി സംസാരിക്കലമ്മേ, കഷ്ടകാലത്തിന് ഇഷ്ടമല്ല. ഓ, നിന്റെ അനിയൻ ചെയ്തതുപോലെ നീ എന്തേ ഒരെണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്? പറ്റിയതുപോലെ കാണണ്ടേ പറ്റി. അപ്പൊ കിട്ടിയാ നീ വിളിച്ചോണ്ട് വരും. അപ്പോഴേ ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കുഞ്ഞേ? വന്നു കയറുന്ന പെണ്ണുങ്ങൾ ഒരിക്കലും കുടുംബം ഭരിക്കാൻ ഇടയാകരുത്. അതുകൊണ്ടായിരിക്കും തറവാടിങ്ങനെ മുടിഞ്ഞു പോയത്. തറവാട് മുടിഞ്ഞൊന്നും ഇല്ലല്ലോ. ഇല്ലേ, മാ മുടിഞ്ഞോളും. അത് ശരി, ഇന്നലെ നാളെ മുടിഞ്ഞോളും. അതെ അപ്പച്ചി, എന്നാ പിന്നെ ഞാനവർ ഇങ്ങോട്ട് വിളിക്കാം. അയ്യോ വേണ്ട, ഒരുത്തം വന്ന് കണ്ണും കാലും കാണിച്ചപ്പോഴത്തേക്കും കൂടെ ധൈര്യമായിട്ട് ഇറങ്ങി പോന്നവളല്ലേ. ഞാൻ അവളെ അങ്ങോട്ട് ചെന്ന് ബഹുമാനിച്ചോളാം. ഉള്ളക്കുട്ടി ഞാൻ ഒരു വർത്തമാനം പറയുന്നുണ്ട്. അവള് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എങ്ങോട്ടേലും പോകാൻ ഞാൻ എവിടെ പോയാലെന്നാ നാണം കേട്ട കുടുംബവും. ഇത് മതിയാവൂല്ലേ സാധന? അതുപോരാ, 2 സവാളയും കൂടെ അരിഞ്ഞു വെച്ചോ. എന്ത്? 2 സവാളയും കൂടെ. സവാള നിനക്കരിഞ്ഞൂടെ? അയ്യോ, എനിക്കറിയാൻ പറ്റില്ല. എന്റെ കണ്ണിൽ കൂടെ വെള്ളം വരില്ലേ, പിന്നെ എനിക്ക് ജലദോഷമാവും. നമ്മളേക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകണം. എന്ത് ചെലവായിരിക്കും. പിന്നെ നീ ആ വടിയും കുത്തി പിടിച്ച് അതിന്റെ മുകളിൽ കയറി ഇരിക്കണതിന് വല്ല കുഴപ്പമുണ്ടാവോ? എന്നെ കൂടെ പറയിപ്പിക്കരുത് നീ. എന്തെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ ഇതാണ് കോള്. ആരെങ്കിലും കണ്ട മാനവും പോകും മനുഷ്യൻ്റെ. ഇത് ലാസ്റ്റാണ് കേട്ടോ, ഇതും കൂടി ഉള്ളൂ കേട്ടാ. ഇത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഉണ്ട് കേട്ടോ. എന്റെ ഷാഹിന, നിന്നോട് കഷ്ടകാലത്തിന് ഞാനൊരു ഐ ലവ് യു പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നീ എന്നിട്ട് പീഡിപ്പിക്കല്ലേ. ഞാൻ അറിയാനല്ലേ പറഞ്ഞുള്ളൂ. എടി, ഒരു മാധ്യമ പ്രവർത്തകനോടാണ് നീ പറയണ. മീഡിയക്കാരെങ്കിലും കണ്ട പ്രശ്നവും യൂണിയൻ ഇടപെടും. ഒരു കേബിൾ ടെക്നീഷ്യൻ അടുക്കളയിൽ കിടന്ന് വരകണണ്ട. മാധ്യമ പ്രവർത്തകരെ എന്തേ പറ്റിയില്ലേ? എനക്കൊന്നും വിലയുണ്ടാവൂല. ആ അപ്പച്ചി, എപ്പോന്ന്? ഇറങ്ങിക്കൂടി, ഇറങ്ങിക്ക്.
അപ്പച്ചി എപ്പോഴാ വന്നേ? ഞാനെപ്പോ വന്നാലെന്താ, നീ എന്നാ ഈ അടുക്കള കിടന്ന് വരുന്നത്? ഞാനേ ഒരു ഗ്ലാസ് ചായ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നാണ്, ഒന്നും ചെയ്തതല്ല. അല്ല, അതൊന്നും എന്റെ കണ്ണിന്റെ ആയിരിക്കും. നീ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഈ അടുക്കളയെ കൂടെ തെണ്ടി നടക്കുക. ഇങ്ങോട്ട് നോക്കിയേ, പണ്ട് ഈ തറവാട്ടില് ആണുങ്ങൾ തിണ്ണലിരുന്ന് ചായ എന്ന് പറഞ്ഞാൽ മതി, സെക്കൻഡിൽ ചായ അവിടെ മുമ്പിൽ ചെല്ല്. അവൾക്ക് ആ പരിചയമായില്ലല്ലോ അപ്പച്ചി. ആ പരിചയമായില്ല, അവർ ചീത്ത വിളിച്ച് പറയും കേട്ടോ. ഇറങ്ങിപ്പോടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, സൂക്ഷിച്ചാണോ കേട്ടോ. പോലെ ഇല്ല, 3 കാവടിയാണ് എടുത്ത് ആടും. അപ്പച്ചി ഇപ്പ ഞാൻ ആരാടെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ആരാ? ബാലാമണിയപ്പച്ചി. പേരൊക്കെ അറിയാം. അമ്പിളിക്ക പറഞ്ഞിട്ടുണ്ട്. അമ്പിളിക്ക പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്നെ പറ്റി? അത് അമ്പിളിക്ക പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചി അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങളാണെന്നും അപ്പച്ചിയുടെ മനസ്സ് നേരെ സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെയാണെന്നും ആദ്യമൊക്കെ കുറേ ചൂടാവെങ്കിലും അപ്പച്ചി പഞ്ചപാവമാണെന്നും പറഞ്ഞു. പിന്നെ അപ്പച്ചിയുടെ ഈ നല്ല സ്വഭാവം ഈ തറവാട്ടിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ട് അപ്പച്ചിയെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് പോകണമെന്നും പിന്നെ അപ്പച്ചിക്ക് ഒരു സെറ്റും മുണ്ടും വാങ്ങിക്കണം, കൈ നിറയെ കാശ് വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞു. ഓ, എനിക്ക് എന്താണ് ഇപ്പം സെറ്റ് സാരിയൊക്കെ? എൻ്റെ മോളെ, ഈ തറവാട്ടില് എന്നോട് അല്പമെങ്കിലും സ്നേഹമുള്ളത് എൻ്റെ അമ്പിളിക്കുട്ടനെ മാത്രമേ ഉള്ളൂ. നീ ഭാഗ്യം ചെയ്തവളാടി. നീ നിന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ സീതാലക്ഷ്മി, ഓളെ നിലയ്ക്ക് നിർത്തിക്കോണം. ഇല്ലെങ്കിലുണ്ടല്ലോ അവസാനം എൻ്റെ മോടെ തലയെ കയറിയിരുന്ന അവളൊന്ന് നിരങ്ങും. അതിന് അവസരം കൊടുക്കരുത്. കാഞ്ഞ കല്ല, സൂക്ഷിക്കണം. ആ, അപ്പച്ചി വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ കൂടെ പറയുക കേട്ടോ. ഞാൻ ശ്രദ്ധിക്കണം. അപ്പച്ചിക്ക് എന്താ കുടിക്കാൻ വേണ്ട? ചായയാണോ കാപ്പിയാണോ? ചായയും കാപ്പി ഒന്നും വേണ്ട മോളെ, ഇഷ്ടം പോലെ ഈ സമയം കിടക്കുമല്ലേ. എൻ്റെ മോളെ അപ്പച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇഷ്ടമായി അപ്പച്ചി. അത് മതി. എടാ അമ്പിളി, ഇവിടെ വന്നേടാ. ഇല്ല, ഞാൻ അടുക്കളയിലില്ല. എടാ നീ വാടാ. അതൊക്കെ നമുക്ക് പറ്റിയ പണിയല്ല. എടാ പണി ചെയ്യാനൊന്നും അല്ല, ഒരു കാര്യം പറയാ, നീ വന്നേ. പേടിയാണോ എന്നെ? പൊന്നു പോലത്തെ പെങ്കൊച്ച, അവളെ നീ പൊന്നു പോലെ നോക്കിക്കണം കേട്ടോ. അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കും. ഇല്ല പറ്റി, അതല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ അടിച്ചോണ്ട് പോകുന്നത്. എന്നാ ശരി. അയ്യോ അപ്പച്ചി, ആദ്യമായിട്ട് വന്നല്ലേ, ഇത് വെച്ചോ. അയ്യോ വേണ്ടായിരുന്നു. അയ്യോ, എൻ്റെ പൊന്നുമോളെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. എടി അപ്പച്ചിക്ക് ചായ കൊടുക്കണേ. അയ്യോ, ചായ ഒന്നും വേണ്ട, അതൊക്കെ പിന്നെ സമയമുണ്ടല്ലോ. കുടിക്കുന്നേ വേണ്ടടാ, വേണ്ട കേട്ടാ. വേറെ ആവശ്യമുണ്ടോ? ഷാഹിന, നീ എന്ത് മാജിക്കാടി ചെയ്തത്? ഇത് വെടിക്കെട്ട് സാധനമാണ്, ഒരു സ്ഥലത്ത് ഒതുങ്ങണതല്ലല്ലോ. എന്ത് ചെയ്ത് നീ അതിനാ? അതാണ് ഷാഹിന, മനസ്സിലായോ? നീ വാ, ബാക്കി പണിയെടുക്ക്. എന്തു പണി? ബാക്കി അറിയാനുണ്ട്. നീ അരിഞ്ഞോ? ഞാനില്ല, ഒന്ന് പോടിയപ്പൊന്ന്. മര്യാദക്ക് ഇങ്ങോട്ട് കയറിക്ക അമ്പിളിക്ക. എന്ത് മര്യാദക്ക് ഒന്ന് അരിഞ്ഞോളെ. ഒന്ന് പോടിയൊന്ന്. അമ്പിളിക്ക, ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്നാ ദേഷ്യം പിടിപ്പിക്കുക, അത് ഞാൻ ചെയ്ത് ബാക്കിയായി. എന്റെ പൊന്നമ്പിളിക്കല്ലേ, വായോ. അങ്ങനെ മര്യാദക്ക് പറ. നീ എന്നെ പേടിപ്പിച്ച് ജയിക്കാൻ നോക്കണ്ട കേട്ടാ. മാറ്, ഒരെണ്ണോടെ ഉള്ളു കേട്ടാ. പച്ചമുളക് പൊട്ടിച്ച് കണ്ണീ തേക്കണ്ടേണ് നിന്റെയൊക്കെ. അപ്പച്ചി ഞാൻ ആരെ മറിക്കാനാണ് അവ പോയത്. അയ്യോ, ആള് കൊള്ളണ്ട. കുട്ടികൾ എന്തെടുക്കുക? ആ പുറത്തേക്കൊന്നും വിടരുത് കേട്ടാ. അവിടെയൊക്കെ ആകെ കാടും പൊന്തയാണ്, പേടിയാണ്. ശരി. ഹലോ വന്നേ. അല്ല, അങ്ങോട്ട് പോകണം. ഇവിടെ വാടാ. എന്താ ചേട്ടാ? നീ എവിടേക്ക് അത്ര ധൃതി പിടിച്ച് പോണത്? ഞാനേ മുതലാളിനെ കാണാൻ.
ഞാൻ ഇവിടെ ഒരു പോത്ത് പോലെ ഒരു മനുഷ്യൻ ഇരിക്കണത് നീ കണ്ടാ? കണ്ടു. ഞാൻ അവന്റെ ഏട്ടനാണ്. അതെ, ഞാൻ ഏട്ടനാണ് ഒക്കെ പോട്ടെ, ഒരാൾ ഇവിടെ ഇരിക്കല്ലേ, ഒന്ന് നോക്കിയിട്ടേലും പോട്ടെ, അതല്ലേ മര്യാദ. എന്റെ അന്തട്ട ഫോൺ ചെയ്യുന്നു. ഞാനാണെങ്കിൽ ഒഫീഷ്യൽ കാര്യം സംസാരിക്കാൻ പോകുന്നു. എന്ത് ഒഫീഷ്യൽ കാര്യം? അത് വെച്ചാൽ വരിസംഖ്യ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കണം. വരവ് പറയാൻ പാടില്ല, ചെലവ് അത്രയും നമുക്ക് പറയാൻ വേണ്ടി. എനിക്കിതിന്റെ വരവും കേൾക്കണ്ട ചെലവും കേൾക്കണ്ട. മുതലാളിക്ക് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട്. അന്തേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം പോയി ചോദിച്ചാൽ കിട്ടും. അല്ല വേണ്ട, വെറുതെ ഇരിക്കുന്നില്ല, ഒരു 1000 രൂപ അങ്ങോട്ട് വെച്ചോ. എന്തിനാടാ എനിക്ക് പൈസ? പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ വെക്ക്. അല്ല അവന അല്ല ഒരു കാര്യം ചേർത്താ. എന്ത് അണ്ടാട്ടെ, ഇത് പൈസ ക്ലിയർ ആക്കി കൊടുത്തില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെ എന്തിനാ നീ പൈസ എനിക്ക് തന്നത്? അനന്തേട്ടാ അപ്പോഴത്തെ ഒരു ആവേശത്തിന് തന്നു പോയതാണ്. എന്നാ ഞാൻ നിനക്ക് ഈ പൈസ തിരിച്ചു തരുന്നില്ല. അനന്തേട്ടാ ഒരാളെന്നെ തല്ലിക്കൊല്ലും, കണക്ക് ക്ലിയർ ആവൂല, 1000 കുറവുണ്ട്. തരണില്ല എന്ന് പറഞ്ഞില്ല എന്നോട്. അങ്ങനെ പറയല എന്താ തന്ന എന്താട്ടാ കൊടുക്കട്ടെ എന്താട്ടാ. നീ ആ ചെക്കൻ്റെ കണക്ക് ഇങ്ങനെ മുക്കി മുക്കി അതിനെ കൊല്ലും. എടാ നിന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാനും അമ്പിളി നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടാ. ഇപ്പൊ നീ എനിക്കല്ല വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഈ പൈസ കൊണ്ട് കൊടുക്കില്ല. അതേപോലെ കൊടുക്കൂല, ഞാൻ കൊടുക്കൂലല്ലോ. അനന്തേട്ടൻ ഏട്ടനല്ലേ, നിങ്ങൾ അയ്യല്ലേ അത്. അപ്പൊ തന്നു പോയത് 1000. ഓ ഇവിടെ അടിക്കലും തുറക്കലൊന്നും ഇല്ലേ? മൊത്തം മാറാതെ കിടക്കുകയാണല്ലോ. എന്നാ പറയാനോ, നോക്കാനും പറയാനോ ആരും ഇല്ലല്ലോ. ഏതാണ് സാധനം? നീ ഏതാടാ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനാരാന്നാ? നിങ്ങളാരാ? അത് ശരി, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന്. നിങ്ങളെ വീടാ? നിങ്ങളാരാ? ഞാൻ ബാലാമണി, അറിയുവോ? ബാലാമണി? അറിയാ. നന്ദനത്തിലെ ബാലാമണി ഇത്ര വളർന്നോ? എന്റെ പോയിരിക്കുന്ന ചീത്ത മുഴുവൻ നീ കേൾക്കും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ. ബാലാമണി മുതലാളിന്റെ അപ്പച്ചി. അറിയാം. അയ്യോ, ഞാനെ കാണാൻ നിൽക്കുകയായിരുന്നു. മുതലാളി എപ്പോഴും പറയും എന്നെ പറ്റി. എന്ത് പറയും? അതായത് കെട്ടിയവൻ ഉപേക്ഷിച്ച് പോയതാന്ന്, വല്ലപ്പോഴേ വരൂ, വന്ന് കഴിഞ്ഞാൽ ഇത്ര വിടക്ക് വേറെ ഉണ്ടാവൂല പറഞ്ഞതാണ്. വെറുതെ എന്റെ വായിരിക്കുന്നത് കേൾക്കരുത്. നീ ഏതാ? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ മനോഹരനാണ്. കണ്ടിട്ടില്ല മനോഹരം തോന്നുന്നില്ലല്ലോ. പക്ഷെ മനോഹരനാണ്, മുതലാളിന്റെ അസിസ്റ്റന്റ്. അപ്പൊ കേബിളിന്റെ പൈസ കളക്ഷൻ ആക്കിയിരുന്നനി അത് കൊടുക്കാൻ വേണ്ടി വന്ന് മുതലാളി പറഞ്ഞു ഈടിരിക്കെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഇടേടെ പോണിരിക്കായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ നമ്മ പുറത്ത് എന്താക്കല്. അന്തേട്ടൻ മുകളിലേക്ക് പോയിട്ടുണ്ട്. നീ അമ്പിളിയുടെ പണിക്കാരനാണല്ലേ പറഞ്ഞത്? അതെ. നീ കാത്തുകൂടെ ഇരിക്കെ, ഞാൻ കൂട്ടിയില്ലട്ടാ. ശരി. വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൊറേ നേരം കൊണ്ട് മുട്ടുവാ. നീ അതിനകത്തുണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയാണെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ എന്നാ? അല്ല ഒന്നുമില്ല, അമ്മ
അമ്മ എന്നെ തല്ലാൻ നടക്കണേ. നിന്നെയോ? ഓ. എടോ ഇത്രയും പ്രായമായി നിന്നെ അമ്മ തല്ലാനോ? അല്ല, തല്ല 19 വയസ്സായില്ലേ? 50 വയസ്സാ? പിന്നെ എത്രയാ? 50 ഒന്നും ആയില്ല. പിന്നെ എത്രയാ ഉണ്ട്? 40. 40? അപ്പൊ നിന്റെ അനിയന്മാർക്കോ? അവർക്ക് അതിന്റെ താഴെ കാണും. അല്ല അതെനിക്കറിയാം, നിന്റെ ഇളയത്തങ്ങൾക്ക് നിന്നേക്കാൾ പ്രായക്കുറവായിരിക്കും, അതെനിക്കറിയാം. അതൊക്കെ പോട്ടെ, നീ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് കല്യാണം കഴിക്കണം എന്ന്? എന്റെ അപ്പച്ചി പറ്റിയത് ഒത്തു കിട്ടണ്ടേ? ഈ നടപ്പൊന്നും നടന്നിരുന്നതൊക്കെ പറ്റിയ ഒരു പെണ്ണെ കിട്ടിയില്ലേ? എനിക്കോട് നോക്കിയേ, കല്യാണം കഴിക്കുന്നെങ്കിൽ അതായത് തൻ്റെ ഉശിരുള്ള പെണ്ണെ വേണം കല്യാണം കഴിക്കാൻ. അതെന്തിനത്? എന്തിനാന്നോ, നിന്റെ അമ്മയായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ തൻ്റെ അടി തന്നെ വേണം. അതെന്താ ഗുസ്തി കൂടാൻ വേണ്ടിട്ട് അവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരണത്? ഗുസ്തി കൂടാനൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ നിന്റെ അമ്മയെ അനുഭവിക്കാനുണ്ട്. അല്ല, ഗുസ്തിയുടെ കാര്യത്തിൽ ഇപ്പൊ ആരും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. അത് നീ എനിക്കിട്ടാണല്ലോടാ. ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ല എനിക്കങ്ങനെ തോന്നി.